നമസ്കാരം. യൂട്യൂബർ അഖിലിന്റെ ഭാര്യ മേഘ ഒളിച്ചോടിപ്പോയി എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയത്. ഈ സംഭവത്തിന്റെ വിവരം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് താരം കൂടിയായ അഖിലിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ സായി കൃഷ്ണയാണ്. സായിയെ പോലെ തന്നെ നമ്മളും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഒരു പെർഫെക്റ്റ് കപ്പിൾ എന്ന് പലരും വിശേഷിപ്പിച്ച ബന്ധം എങ്ങനെ ഇത്ര പെട്ടെന്ന് തകർന്നു എന്ന് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പലരും കമന്റ് ചെയ്തേക്കുന്നത്. 2020 അവസാനത്തോടെ അഖിലുമായി തുടങ്ങിയ സൗഹൃദവും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഓർമ്മകളും പങ്കുവച്ച സായി ഈ വാർത്ത കേട്ടപ്പോൾ താനും ഞെട്ടിപ്പോയെന്ന് തുറന്നു പറയുന്നുണ്ട്. സായി കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. 2020 അവസാനത്തോടെ 2021 മുതൽ അഖിലുമായി നല്ല രീതിയിലുള്ള സൗഹൃദം തനിക്കുണ്ട്. അഖിലിന്റെ വിവാഹത്തിൽ താൻ പങ്കെടുത്തതാണ്. സംഭവം അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഒരു പെർഫെക്റ്റ് കപ്പിളിനെ പോലെയാണ് തോന്നിയത്. വീഡിയോ ചെയ്യുന്നതിന് മുൻപ് അഖിലിനോട് താൻ സംസാരിച്ചതാണ്. ആരെയും കുറ്റപ്പെടുത്താത്ത സ്വഭാവമാണ് അഖിലിൻ്റേത്. പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, അത് വിട്ടു എന്നാണ് അഖിലിന്റെ ഇക്കാര്യത്തിലെ പ്രതികരണം. വീഡിയോ ചെയ്യുമെന്ന് ഞാൻ അഖിലിനോട് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മെസ്സേജുകൾ വന്നു. വോയിസായി പലതും അയച്ചു. ഒരാളുടെ ജീവിതം തകർന്നപ്പോൾ ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടുമ്പോഴുള്ള സന്തോഷമായിരുന്നു അവർക്ക്. അവർക്കും നാളെ ഇത് സംഭവിച്ചാൽ എന്തായിരിക്കുമെന്ന് ഇവരൊന്നും ചിന്തിക്കുന്നില്ലേ? ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കാൻ മടിയുള്ള സ്വഭാവമാണ് അഖിലിൻ്റേത്. അങ്ങനെ ഒരു വ്യക്തി നമ്മളെപ്പോലെ വന്ന് പൊട്ടിത്തെറിക്കണം എന്നില്ല. ചില മനുഷ്യർ അങ്ങനെയാണ്. CCTV ഫൂട്ടേജ് ആരോ എടുത്ത് പുറത്തിടുന്നു. അവൾക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ അവൾ പോയി. ഇതിലൊരു ബ്ലെയിം ഗെയിമുണ്ട്. അഖിലിനെന്തോ പ്രശ്നമുള്ളതിനാലാണ് ഭാര്യ ഉപേക്ഷിച്ച് പോയത് എന്ന്. അഖിലിന് വേറെ സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞുവെന്ന് കമന്റുകൾ വരുന്നു. വേറെ ആളുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ കമന്റ് ഇടുക എന്നത് ചിലർ അത് ഹരമാണെന്ന് തോന്നുന്നു. കഴിവില്ലാത്തവൻ എന്നൊക്കെ കമന്റ് ഇടാൻ എങ്ങനെ തോന്നുന്നു? ഒരിടത്തും അഖിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യജന്മമാണ്. യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഓഡിറ്റിംഗ് നടത്തി പറയാൻ നമുക്ക് സാധിക്കില്ല. അഖിലിന് അവൻ്റേതായ കാര്യങ്ങളുണ്ട്. അളിയ, സംസാരിക്കുന്നവർ അങ്ങനെ സംസാരിക്കട്ടെ. അവളെ ആരും ഒന്നും പറയരുത്. അവൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു. അവൾക്ക് ശരിയായി തോന്നിയത് ചെയ്തു. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും 10 ആൾ കുറ്റവും ചീത്തയും പറയുന്നത് കേൾക്കാനോ കാണാനോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചു കാലത്തേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഞാൻ തിരിച്ചു വരും. ഒന്നും ഒരു അവസാനമല്ല. ജീവിതം അടുത്ത ഓപ്ഷൻ തരികയാണ്. അത് സ്വീകരിക്കുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ആരുടെ ഒപ്പം പോവണം പോവേണ്ട എന്നുള്ളത് ആ കുട്ടിയുടെ താല്പര്യമാണ്. ആ കുട്ടിക്ക് ബസ് കണ്ടക്ടറെയാണ് ഇഷ്ടമായതെങ്കിൽ അയാളുടെ പ്രൊഫൈൽ വെച്ച് തള്ളിപ്പറയേണ്ട കാര്യമില്ല. മേഘയും കണ്ടക്ടറും തമ്മിൽ എങ്ങനെയാണ് പ്രണയത്തിലായത്, എത്ര ആഴത്തിലാണ് അവർ സ്നേഹിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇവിടെ നിയമപരമായി വിവാഹമോചനം എന്ന കാര്യമുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ച് പരസ്പര ബഹുമാനത്തോടെ അവസാനിപ്പിക്കണം. ടോക്സിക്കായ തീർന്നു പോകുന്നു എന്ന ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ അറിവിൽ അത്തരം ടോക്സിസിറ്റി ഒന്നും ഇതിലില്ല. മറുപുറത്തുള്ള ആളെ സമൂഹത്തിന് മുന്നിൽ ഒന്നുമല്ലാതാക്കുന്ന രീതിയിൽ ഓടിപ്പോവരുത് എന്നാണ് സായി കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. മാന്യമായി ഡിവോഴ്സ് നേടിപ്പോയാൽ പോരെ, എന്തിനാണ് ഓടിപ്പോകുന്നത്? ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത്ര കാലം സ്നേഹിച്ചതല്ലേ, ഒപ്പമുണ്ടായിരുന്നതല്ലേ എന്ന ബഹുമാനം കൊടുക്കണമെന്നും സായി പറയുന്നുണ്ട്.